ഹായ് എവരിബഡി, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെൽ ഓർഗനൽസിലെ ഒരു സെൽ ഓർഗനൽ ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അപ്പം നമുക്കറിയാം ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? സെൽ. സെല്ലാണ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. അതേപോലെ തന്നെ സെൽസ് എത്ര ടൈപ്സ് ഉണ്ടായിരുന്നു? 2 ടൈപ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക്. അപ്പോൾ പ്രോകാരിയോട്ടിക് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തില്ല? ഒരു വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ഇല്ല. അതേപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽസും ആർക്കില്ല? പ്രോകാരിയോട്ടിക്കിനില്ല. യൂകാരിയോട്ടിക്കിന് എന്തുണ്ട്? വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസും ഉണ്ട്. ഈ ഓർഗനൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫ്ലൂയിഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് സൈറ്റോപ്ലാസം. ആ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന ചെറിയ 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 മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓർഗനൽസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനലിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ട്യൂബ്സിന്റെ ഷേപ്സ് ആണെന്നും പറയാം. അപ്പം ഈ ഒരു പാർട്ട് ഷീറ്റ്സിന്റെ ഷേപ്പ് ആണെന്നും പറയാം. അപ്പം നമുക്ക് എന്തെന്ന് വിളിക്കാം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ? ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇസ് എ ലാർജ് നെറ്റ്വർക്ക് ഓഫ് മെംബ്രെയിൻ ബോണ്ട് ട്യൂബ്സ് ആൻഡ് ഷീറ്റ്സ് എന്ന് നമുക്ക് പറയാം. കാരണം ട്യൂബ്സിന്റെ ഷേപ്പും ഉണ്ട്, ഷീറ്റിന്റെ ഷേപ്പും ഉണ്ട്. അതേപോലെ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ ഒരു പോർഷനിൽ എന്ത് കാണാൻ പറ്റും? തരി 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 പോലെ എന്തോ കിടക്കുന്നത് കാണാം. പക്ഷെ ഈ ഒരു പോർഷനിൽ അതില്ല. അപ്പൊ ഈ തരി 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 പോലെ കിടക്കുന്ന ആളുടെ പേരാണ് റൈബോസോം. അപ്പൊ ഇനി അടുത്ത പോയിന്റ്, റൈബോസോമിന്റെ ബേസിസിൽ, അതായത് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രസൻസ് ഓഫ് റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തുകൂടെ? ഒന്ന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ റൈബോസോം ഉള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും മറ്റേ റൈബോസോം ഇല്ലാത്ത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും. ഈ റൈബോസോം ഉള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ എന്തെന്ന് വിളിക്കും? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോം ഇല്ലാത്തതിനെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കും. ഈ റൈബോസോം ഉള്ളതിനെ എന്തുകൊണ്ടാണ് റഫ് എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? മൈക്രോസ്കോപ്പിന്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് റഫായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് അപ്പൊ റൈബോസോമിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് നമ്മൾ പഠിക്കേണ്ടതാണ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ ഫാറ്റ് മോളിക്യൂൾസും അതുപോലെ ലിപ്പിഡ്സും സിന്തസിസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം റഫ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ്. അതുപോലെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് ഫാറ്റ് മോളിക്യൂൾസ്.